ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ നമ്മൾ കണ്ണൂർ വീട്ടിലെത്തിയതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ വീട്ടിലെത്തിയതിന് ശേഷം അടുത്ത ദിവസത്തെ ഒരു വമ്പിച്ച ഷോപ്പിംഗ് ആണ് കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തളർന്നിട്ടും ഷോപ്പിങ്ങിനിടയ്ക്കും ഒക്കെ ആയിട്ട് നമ്മൾ വന്നതാണ് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ശംഭുവിനൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, അതും നമ്മളെല്ലാവരും ചായയും പപ്സും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു റിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം പ്രജിയുടെയും എൻ്റെയും ഒരേപോലത്തെ റിങ് ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്കാനായിട്ട് പോയി. അപ്പം രണ്ടുപേരുടെയും കൂടെ ചേഞ്ച് ആക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരാളുടെ പോലെ അടുത്ത ആൾ ഉണ്ടാക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എൻ്റെ റിങ്ങിൻ്റെ പോലെ തന്നെ പ്രജി പുതിയ റിങ് ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് മറ്റ് റിങ് എപ്പോഴും കുറേ വലുതായിരുന്നു, എപ്പോഴും ഊരിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളൊരു മാല എടുത്തു. ശമ്പൂട്ടൻ്റെ മാല മാറ്റിയെടുത്തതാണ്. ശമ്പൂട്ടൻ്റെ മാല അവൻ കുഞ്ഞായിരുന്നു, ഇപ്പോൾ 28 ഇട്ട മാലയാണ്. അപ്പോൾ അത് വളരെ ടൈറ്റായി, അതേപോലെ കുറച്ച് പൊട്ടിയൊക്കെ ചെയ്തു. മെയിനായിട്ട് നമ്മൾ അമ്മയ്ക്കൊരു മാല എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അമ്മയുടെ മാലയെല്ലാം ചെറുങ്ങനെ പൊട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാമെന്നുള്ള ആലോചനയിലാണ് നമ്മൾ വന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു 8 പിടി 9 പിടിയുടെ മാലകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അമ്മേനെ കൂട്ടാതാണ് വന്നത് കേട്ടോ. അമ്മ വേറെ കടയിലുണ്ടായിരുന്നു. അവസാനം അമ്മേനെ വിളിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന അതേ ഫാഷൻ തന്നെ വേണം. പക്ഷേ അത് ഇപ്പോഴത്തെ മോഡലല്ല, അമ്മ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള മോഡലാണ്. അപ്പോൾ അതൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് അമ്മയുടെ ആ ഒരു തീരുമാനം അമ്മ മാറ്റി. മാല വേണ്ട, എന്നാൽ പിന്നെ വള എടുക്കാമെന്നായി. വളയാണെങ്കിലും അമ്മയ്ക്ക് അവിടുത്തെ ഡിസൈനൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവസാനം നമ്മൾ വളയാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ബില്ലാക്കിയിട്ട് നമ്മൾ പോരുകയാണ്. ശമ്പൂട്ടിന് ഒരു സമ്മാനം, അവിടെ ഇങ്ങനെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ സമ്മാനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും കിട്ടുമായിരുന്നു. എന്നാലും അവനങ്ങനെ പറഞ്ഞു, അതൊക്കെ അവൻ എന്തോ വേറെ ഗിഫ്റ്റാണെന്നാണ് ആൾ വിചാരിച്ചത്. പക്ഷേ അതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ് കേട്ടോ. എല്ലാം അത് തന്നെയാണ്, അവരങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിനുശേഷം ഡ്രസ്സ് ഷോപ്പിംഗ് ആണ്. നാട്ടിൽ വന്നതാണ്, ഓണത്തിന് വന്നതാണ്. അപ്പോൾ നമുക്ക് ബന്ധുക്കൾക്കും വീട്ടിലെല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും അമ്മമ്മയ്ക്കും ഏട്ടനും എല്ലാവർക്കും അങ്ങനെ, ഏട്ടൻ്റെ മക്കൾക്കും അങ്ങനെ, കസിൻസിനൊക്കെ ഡ്രസ്സും അങ്ങനെ ഉള്ളൊരു ഷോപ്പിംഗ് ആണ്. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ വൈകിട്ടേ എത്തുള്ളൂ വീട്ടിലെന്നുള്ള രീതിക്ക് തന്നെയാണ് ഇറങ്ങിയത്. അത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. ബാങ്കിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, എല്ലാം ഇതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശമ്പൂട്ടിക്കുള്ള ഡ്രസ്സ് മേടിക്കുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറേ നോക്കുന്നുണ്ട് ഏതാ ഇഷ്ടപ്പെടുന്നത്. ഇതാണ് നമ്മൾ ആദ്യം തൊട്ടേ എടുത്ത് കയ്യിൽ വെച്ചിരുന്നത്. അവസാനം എടുത്തതും ഇത് തന്നെയാണ് കേട്ടോ. ഇതും പിന്നെ വേറൊരെണ്ണം കൂടിയാണ് എടുത്തത്. അപ്പോൾ അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടാണ് നമ്മളെല്ലാം ബാക്കി പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവൻ ആഴ്ചയ്ക്ക് ഡ്രസ്സെല്ലാം ചെറുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ടീഷർട്ടാണ് അവൻ ഇടാൻ കംഫർട്ടബിളായിട്ട് ഉള്ളതെന്ന് അവൻ എപ്പോഴും പറയും. ഷർട്ട് മേടിച്ചാലും ഇടില്ല. പക്ഷെ നമുക്കൊരാഗ്രഹം കാണില്ലേ കുഞ്ഞ് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ അമ്മമാരും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇങ്ങനെ പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആൺകുട്ടികൾക്ക് വളരെ ഓപ്ഷൻസ് കുറവല്ലേ. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കുട്ടികളും കൂടെ അത് സമ്മതിച്ച് തരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ ഓവർകോട്ടൊക്കെ ഉള്ളത് ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ ശംഭുവിനത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാൻ കുറച്ച് പാടല്ലേ. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ 2 ടീഷർട്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കാൻ, അങ്ങനെ 2 ഓവർകോട്ട് പോലെ അങ്ങനെ ഇട്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ളതാണ് നോക്കിയെടുക്കുന്നത്. അതിനുശേഷം പ്രജിക്ക് ഞാനൊരു ഓണക്കോടി എടുത്തു കൊടുത്തു കേട്ടോ. കാരണം നമ്മൾക്ക് പരസ്പരം നമ്മൾ തന്നെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരു ഓണക്കോടി പ്രജിക്ക് ഒരു ഓണക്കോടി ഞാനും എടുത്തു കൊടുത്തു. പിന്നെ നാട്ടിൽ നിന്ന് ആൻറ്റമാനിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് കുറച്ച് പേര് സാരി എല്ലാം മേടിച്ചിട്ട് വരണം എന്നങ്ങനെ അവർക്കുള്ള സാരി എടുത്തു. ഇതാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം സാരിയുടെ ഫോട്ടോസ് എല്ലാം എടുത്ത് അവർക്ക് കൊടുത്ത് അവരത് ഇഷ്ടപ്പെട്ട് അവരുടെ ഹസ്ബൻഡ്മാരെ കാണിച്ച് അവരുടെയും എല്ലാവരും അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയി വരുമ്പോഴത്തേക്ക് കുറേ സമയം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് എല്ലാവർക്കുമുള്ള സാരി എല്ലാം സെലക്ട് ചെയ്തു. സാരി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനുള്ള സാരി ഫോള്, അണ്ടർസ്കേർട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തു വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇന്നൊരു ദിവസം ക്ഷമയോട് പ്രജിയോട് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആവശ്യം വരുമ്പോൾ അവരും ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളും അവർക്ക് എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ പലതരത്തിലുള്ള സിൽക്കും ഇപ്പോഴത്തെ മോഡലിലുള്ള സാരികളൊക്കെ കാണിച്ചു. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം എന്നില്ലല്ലോ അവരുടെ ഇഷ്ടം. അതുകൊണ്ട് ക്ഷമയോടുകൂടി അവർ നിന്നിട്ട് നമുക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് ഞാൻ അതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ ഏകദേശം ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റേഞ്ചിലുള്ള സാരികൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ.
അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗൊക്കെ ഒരുവിധം കഴിഞ്ഞു. അതിനുശേഷം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഫുഡ് അമ്മ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ്. കാരണം കുറേ നാളായില്ലേ നമ്മൾ നാട്ടിലെ ബിരിയാണി കഴിച്ചിട്ട്, ഏകദേശം 1.25 വർഷമായില്ലേ. അപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണിയും അതേപോലെ കണ്ണൂരിലെ സ്പെഷ്യലായിട്ട് ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന സാധനമാണ് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ അച്ചാർ. അപ്പോൾ അതും എല്ലാം കൂടെ കൊണ്ടുവച്ചു. പക്ഷേ നമുക്ക് മൊത്തത്തിൽ കഴിക്കാൻ പറ്റിയിരുന്നില്ല. നമുക്കറിയാലോ യാത്രയുടെ ക്ഷീണവും നമ്മുടെ വയറങ്ങോട്ട് അനുസരിച്ച് തരുന്നില്ല അത്രയും കഴിക്കാനായിട്ട്. ചിക്കൻ പീസ് പോലും മൊത്തം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം അടുത്ത ദിവസം നേരം വെളുത്തപാടെ നമ്മൾ നേരെ ഇറങ്ങി ചേച്ചിയുടെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി അവരെ കാണണമല്ലോ. അപ്പോൾ അതിനുശേഷം ബാക്കി എല്ലാവരെയും കാണുള്ളൂ. നമ്മൾ ഫസ്റ്റ് എപ്പോൾ ചെന്നാലും ചേച്ചിയുടെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. ചേച്ചീനെയും ചേട്ടനെയും മക്കളെയും വീട്ടുകാരെയും അവിടെ ഏട്ടൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കുറേ നാളിന് ശേഷം കാണുമ്പോൾ. അങ്ങനെ ചെന്ന് നമ്മൾ പിന്നെ കറിയൊക്കെ വെക്കണമായിരുന്നില്ലേ, ചിക്കനും ഒക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ കറിയെല്ലാം വെച്ച് അടിപൊളിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോയി, ചെങ്ങന്നൂർ വീട്ടിലേക്ക് പോയി. പക്ഷെ ഞാൻ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആലപ്പുഴയിലെ വീട്ടിലെ കാണിക്കും, പിന്നെ അതിന് ശേഷം തിരിച്ച് വന്ന് കണ്ണൂരിലെ വീട്ടിലെ കാണിക്കും. അപ്പോൾ എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ ആയി പോവില്ലേ. അപ്പോൾ അധികം ഒത്തിരി വീഡിയോസ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ണൂരിലെ കാര്യങ്ങൾ മാത്രം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പാണ്. ഇവിടുന്ന് നമ്മൾ ആലപ്പുഴ വീട്ടിൽ പോയി, ഇനി നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ഇവിടേക്ക് തന്നെയാണ് വരുന്നത്. കാരണം നമുക്കിനിയും കുറേ ഓട്ടപ്പാച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ചേച്ചിയുടെ അടുത്തുനിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോവുകയാണ് കൗമ്പൈ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പേ നമ്മൾ പറശ്ശിനിയിൽ മുത്തപ്പനെ കാണാൻ വേണ്ടി പോയി. എപ്പോഴും ഈ വഴി വരുമ്പോഴത്തേക്ക് ഭയങ്കര കയ്യിൽ ബാണ്ടക്കെട്ടും സാധനങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിൽ ചേച്ചിയുടെ അടുത്തുനിന്ന് വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ അടുത്തേക്കോ പോകുമ്പോഴാണ്. ഇപ്പം നമ്മൾ ലഗേജ് എല്ലാം ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് വന്നിട്ട് സുഖമായിട്ട് സമാധാനത്തിൽ വന്നതല്ലേ. അപ്പം ഞങ്ങൾ ധവാളപട്ടണപ്പുഴയിലെ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചുമ്മാ വീഡിയോ എടുക്കലാണ് കേട്ടോ. സമയമൊന്നുമില്ല, എന്നാലും ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ. പാലത്തിനപ്പുറേ കാർമേഘം ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്, ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പാലത്തിന് ഇപ്പുറത്തെ സൈഡാട്ടെ കടുത്ത വെയിൽ കാരണം നമുക്ക് വെള്ളം ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. എന്നാലും അടിപൊളി. ഇപ്പം എന്തായാലും മഴ പെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അതിനു മുമ്പേ നമുക്ക് നമ്മുടെ വീട്ടിലെത്തണം. അപ്പോൾ നമുക്ക് ഓടിപ്പോയി മുത്തപ്പനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ. അവിടെ വരെ പോയിട്ട് മുത്തപ്പനെ കാണാതെ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. ആദ്യമായിട്ടാണ് കേട്ടോ പാലത്തിൽ നിന്നിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ അങ്ങനെ 1-2 വട്ടം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടുത്തെ സൈഡിലെല്ലാം കടകളാണ് കേട്ടോ. ആ കടകളൊന്നും തുറന്നിട്ടില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ പോയതാണ്. നമ്മളൊരു 8 മണി 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി. 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ തൊഴുതിട്ട് തിരിച്ച് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പറശ്ശിനിയിൽ പോയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പൊതുവേ ആരും വരാറില്ല. പക്ഷെ നമുക്ക് 11:30 തൊട്ട് പിന്നെ 1 മണി വരെ അവിടെ വെറുതെ നിൽക്കണം. സമയം പോകും. നമുക്ക് ഇന്നത്തെ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ദിവസമായിരുന്നു ഇത്. അപ്പോൾ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 24 മണിക്കൂറേ ഉള്ളൂ എങ്കിലും 25-26 മണിക്കൂറിൻ്റെ പണികൾ നമുക്ക് ഉണ്ട് ഈ ഒരു 10 ദിവസത്തിൽ എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയോ ഒരു സെക്കൻഡ് പോലും കളയാനില്ല. പക്ഷെ എന്നാലും മുത്തപ്പനെ കാണാതെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓടിപ്പോയിട്ട് നമുക്കൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ പലഹാരങ്ങളും അതേപോലെ ചിന്തിക്കടകളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ ശംഭുവിന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട, ആകെ ഒരു മോതിരം മാത്രം മതി. മോതിരം മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് തൊഴുതിട്ട് വരാൻ സമയമാവുമല്ലോ. അപ്പോൾ തൊഴുതിട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെക്കൊണ്ട് എല്ലാം നോക്കി വെപ്പിച്ചു കേട്ടോ. പിന്നെ മക്കൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ബാക്കി എല്ലാവർക്കും കസിൻസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് മേടിക്കണം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നോക്കുമ്പോഴേ എവിടെയെങ്കിലും ഇപ്പോൾ പാദരക്ഷകൾ ഇവിടെ വെക്കരുത് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ തന്നെ കൊണ്ട് ചെരുപ്പ് ഊരി വെക്കും. ഇവിടെ സെൽഫി എടുക്കരുത് അല്ലെങ്കിൽ ഫോട്ടോ അലൗഡ് അല്ല എന്ന് കണ്ടാൽ അവിടെ തന്നെ പോയിട്ട് ഫോട്ടോ, അവിടെ തന്നെ ഇങ്ങനെ ആൾക്കാരെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കും. ഇവിടെ തുപ്പരുതെന്ന് എഴുതി വെച്ചേക്കുന്നിടത്ത് കാണാം കുറേ തുപ്പിയിട്ടേക്കുന്ന പാടുകളൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റി കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കരുത് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് തന്നെ വെച്ചിട്ട് കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നിട്ട് ആദ്യം തന്നെ വളപട്ടണപ്പുഴ, ഇത് അമ്പലത്തിൻ്റെ മുൻഭാഗമാണ്, അപ്പുറത്തെ സൈഡിലേക്കുള്ളതാണ് നമ്മൾ പൊതുവേ കയറൽ. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ശമ്പൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് വെള്ളത്തിൽ കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രജി ശമ്പൂട്ടിനും കൂടെ ഇറങ്ങി. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇറങ്ങണ്ട, ഞാനും അച്ഛൻ പോയിക്കോളും, വന്നിട്ട് ഞങ്ങൾ സ്വിമ്മ് ചെയ്യും, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അറിയില്ലല്ലോ, ഇവിടെ വരുമ്പോൾ എപ്പോഴും ബോട്ടിംഗ് ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല, രാവിലെ ആയതല്ലേ ഉള്ളൂ, ബോട്ടിംഗ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ കയറിയിട്ടും വീഡിയോ ഇട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശമ്പൂട്ടൻ എൻ്റെ കാലിലിങ്ങനെ വെള്ളം ഒഴിച്ച് തരികയാണ്. അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി, അമ്മ ഇറങ്ങണ്ട പറഞ്ഞിട്ട് എൻ്റെ കാലിൽ വെള്ളമൊക്കെ നനച്ച് തന്നിട്ട് നമ്മൾ നേരെ കയറി മുത്തപ്പനെ കണ്ടു. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം അത് അലൗഡ് അല്ല. പക്ഷേ ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനകത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഇവിടുത്തെ പ്രസാദമായിട്ടുള്ള വൻപയർ പുഴുങ്ങിയതും തേങ്ങ കൊത്തും കൂടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചായ ഉണ്ടാവും. ഞാൻ ചായ പൊതുവെ കുടിക്കാറില്ല, ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ കഴിക്കും കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കലാണ് പതിവ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറേ ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും കയറി, എല്ലാ കടകളിലും കയറി എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും വേണം, ശമ്പൂൻ്റെ സൈസിനുള്ള മോതിരമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കയറി ഓരോ സ്ഥലത്തുനിന്നും നമ്മുടെ മക്കൾക്കെല്ലാം ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ പെൺകുട്ടികൾക്ക് കുറേ സാധനങ്ങൾ കിട്ടും, ആൺകുട്ടികൾക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൈച്ചേനും റൂബിക്സ് ക്യൂബും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കുഞ്ഞു സാധനങ്ങൾ മേടിച്ചു. ഓടിപ്പോയി മുത്തപ്പനെ ഒന്ന് കണ്ട് മക്കൾക്കുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. എല്ലാ മക്കൾക്കും ഉള്ളത് മേടിച്ചു. പിന്നെ ഈ ക്ലിപ്പൊക്കെ നാട്ടിൽ ആൻഡമാനെന്ന് അഞ്ജുവിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിച്ചതാണ്. കുന്തൻ സ്റ്റോൺസിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. പോരുന്നതിൻ്റെ തലേ ദിവസം വരെ പറഞ്ഞ് അവൾ ഉണ്ടാക്കി തന്നതാണ്. കാരണം നമ്മൾ പ്ലാനിങ് തുടങ്ങിയത് വേറെ സാധനങ്ങളാണെങ്കിൽ പോലും ആൽഫബറ്റിക് അങ്ങനെ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും അങ്ങനത്തെ കാര്യങ്ങളിലാണ് തുടങ്ങിയത്. പക്ഷേ എൻ്റെ മക്കളുടെ പേരിനകത്തെ ആൽഫബറ്റ്സൊക്കെ നോക്കുമ്പോൾ എല്ലാം കൂടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കളക്ഷന് തികയാത്ത കാരണമാണ് ഫൈനൽ ഇതിലേക്ക് എത്തിപ്പെട്ടത് കേട്ടോ. അടിപൊളിയായിട്ട് അവൾ ചെയ്തു തന്നിട്ടുണ്ട്, മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഇതൊക്കെ നമ്മൾ പറശ്ശിനിയിൽ നിന്ന് മേടിച്ചതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെമ്മക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കാനായിട്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഇഷ്ടങ്ങൾ നമുക്കറിയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും ഞാനും എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് കുഞ്ഞുമക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി മേടിച്ചു. അതൊക്കെ അവിടെ കുറച്ച് എടുത്ത് വീട്ടിൽ വെച്ച് ബാക്കി ഇങ്ങോട്ടേക്ക് ഇവിടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാത്രിയിലാണ്, വൈകുന്നേരമാണ് നമ്മൾ വരുന്നത്. കാരണം പണി കഴിഞ്ഞ് എല്ലാവരും വൈകുന്നേരം ഉണ്ടാവുള്ളൂ, പകൽ വന്നിട്ടും കാര്യമില്ലല്ലോ. ഏട്ടന്മാരും അമ്മമ്മയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറേ ലേറ്റാവും, 5 മണി 6 മണിയാവും. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ആ സമയത്തേക്ക് പോവാം, അപ്പോൾ എല്ലാവരെയും കാണാമല്ലോ. ഇനി എപ്പോഴാണ് എല്ലാവരെയും വന്നിട്ട് കാണാമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ലേറ്റായിട്ട് പോയിട്ട് ലേറ്റായിട്ട് വരാമെന്ന് കരുതി ചെന്നപ്പോൾ ഉണ്ടൊരു പൂച്ചാപ്പി അവിടെ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി ഇതിനെയൊക്കെ തൊടാനും ഇതിനോടൊക്കെ കളിക്കാനും. പക്ഷേ ആൾ വന്നിട്ട് ഇങ്ങനെ എൻ്റെ പുറകിൽ തന്നെ ചുറ്റിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശമ്പൂട്ടനാണെങ്കിൽ നമ്മുടെ വലിയ ഫോണിൽ ഗെയിം കളിക്കുക. അപ്പോൾ ഈ കുഞ്ഞു ഫോണിൽ ആപ്പിളിൻ്റെ ഗെയിം അവൻ അറിയില്ല കേട്ടോ. പാമ്പ് ഇര വിഴുങ്ങുന്ന, ആപ്പിളിനെ വിഴുങ്ങിയിട്ട് വലുതാവുന്ന ഗെയിമില്ലേ, അപ്പോൾ അത് അമ്മയുടെ ഫോണിൽ കണ്ടപ്പോൾ അവനും പൊന്നുചേച്ചിയും കൂടി ഇരുന്ന് കളിക്കുകയാണ്. പൊന്നുചേച്ചി പറയാണ്, നിനക്കിതൊന്നും അറിയില്ലേ, എനിക്കിതൊക്കെ അറിയാമല്ലോ, ഞാൻ എപ്പോഴും കളിക്കുന്നതാണല്ലോ എന്നൊക്കെ. ഞാനൊന്ന് പിള്ളേരുടെ അടുത്ത് ക്യാമറ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പൂച്ചാപ്പി എവിടെയോ പോയി. എനിക്ക് ബാക്കി ബന്ധുക്കളുടെ എല്ലാവരുടെയും വീട്ടിൽ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ വരാനാണ് കേട്ടോ. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നാലും ഇവിടെ വരാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണൂരെ വീട്ടിനെക്കാട്ടിലും അവർക്ക് ഇഷ്ടം ഇവിടെ വരാനാണ്. കാരണം ഈ ഒരു വീട് ഒരു അമ്മമ്മയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതെന്നുള്ളതിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും. കാരണം മുറ്റത്ത് ഒരു ഉറുമ്പെഴഞ്ഞു പോയാൽ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ ക്ലിയർ ആക്കിയിട്ടാണ് അവിടെ ആ വീട് വെച്ചിരിക്കുന്നത്, ഭയങ്കര ഭംഗിയായിട്ട് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ പൊന്നൂസിൻ്റെ വീട്ടിൽ വന്നു. പൊന്നൂസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ പൊന്നൂസിന് ഭയങ്കര സന്തോഷം. ശമ്പൂട്ടനാണെങ്കിൽ അവിടെ ചാടി മറിഞ്ഞെല്ലാം നശിപ്പിച്ചു. സന്തോഷം കൊണ്ടാണ്. ഏട്ടന്മാരെ കാണാൻ പറ്റിയില്ല അവിടുന്ന്. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാണ്. വീട്ടിലേക്ക് പോരുന്ന വഴി ഞങ്ങളുടെ പ്ലാൻ മെല്ലെ ഒന്ന് മാറ്റി. കാരണം അമ്മയ്ക്കും അച്ഛനും ഒരു ഓണസമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഗ്ലാസ് ടോപ്പുള്ള ഒരു ഗ്യാസ് സ്റ്റൗ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഏകദേശം പോകാനായിരിക്കുന്നതായിരുന്നു. കാരണം നമ്മൾ കാർവാറിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസാണ് നമ്മൾ അവിടെ വെച്ചിരുന്നത്. അവിടുത്തെ പഴയ ഗ്യാസ് പോയപ്പം അവർ ആ ഗ്യാസ് എടുത്ത് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് സൗണ്ടൊക്കെ വരാൻ തുടങ്ങി, ഫ്ലെയിം കത്തുമ്പോഴത്തേക്കും. അപ്പോൾ അതൊരു പേടിയായി തുടങ്ങി. എനിക്കാണെങ്കിൽ ഈ ഗ്ലാസ് ടോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അമ്മയ്ക്കും അച്ഛനും ഓക്കെ ആണെന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോൾ
നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വേഗം തന്നെ മേടിച്ചു കൊടുക്കാം. കാരണം ഗ്യാസിൻ്റെ കാര്യമാണ്. ഇപ്പം അവർ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും, എന്തെങ്കിലും കരടൊക്കെ കയറിയിരുന്നാലും പഴയ ഗ്യാസൊക്കെ നമ്മൾ ടൈം ടു ടൈം മാറ്റുന്നത് തന്നെയാണ് നല്ലത്, എപ്പോഴും ഒരു സേഫ്റ്റി ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും അമ്മയും അച്ഛനും ഞങ്ങളെ വഴക്ക് പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ എന്തോരം ചിലവാണ് ഇപ്പോൾ ഓണത്തിന് നാട്ടിൽ വന്നിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ വേണമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഇപ്പോൾ ഈ ഒരു ഡയലോഗ് അവിടെയും പറഞ്ഞു കേട്ടോ, അമ്മയുടെ അടുത്തും തന്നെ പറഞ്ഞു. കാരണം വയനാട്ടിലുള്ളവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നെങ്കിലും എല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്തും പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചും അങ്ങനെയൊക്കെ ജീവിച്ചവർക്ക് ഒരു നിമിഷം കൊണ്ട് ഒന്നും ഇല്ലാണ്ടായിപ്പോയില്ലേ. നമുക്കങ്ങനെ പറ്റും എന്നല്ല, നമ്മൾ നാളേക്ക് എന്ന് പറഞ്ഞ് എല്ലാം വെച്ച് ഈ ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ മാത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ആയുഷ്കാലം മൊത്തവും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഗ്ലാസിൻ്റെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കില്ലേ. എന്നിട്ട് ആ കഷ്ടപ്പാട് മൊത്തം സഹിച്ച് നമ്മൾ എപ്പോഴും സ്റ്റീൽ പ്ലേറ്റിലും സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും ഒക്കെ അല്ലേ കഴിക്കുക. നല്ല പ്ലേറ്റും നല്ല ഇതുമൊക്കെ എപ്പോഴും വല്ലപ്പോഴും വരുന്ന ഒരു അതിഥിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കും. അപ്പം എനിക്കതിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഒരു വയറ് നിറച്ച് ആ ഒരു പ്ലേറ്റിൽ കഴിച്ചാൽ കിട്ടുന്ന നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമല്ലോ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെയും ജോലി ചെയ്തതിൻ്റെയും ഒക്കെ ഒരു ബലം നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നത്. വല്ലപ്പോഴും വരുന്ന ഒരാൾ ഒരിക്കലും വന്നിട്ട് നമ്മളോട് ചോദിക്കില്ല നമുക്ക് എന്താണ് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ തരാത്തത് എന്നൊരിക്കലും ചോദിക്കില്ല. അവർ ജസ്റ്റ് ഗസ്റ്റായിട്ട് വരുന്ന ഒരു ചായ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മര്യാദ അല്ലേ. പക്ഷേ ഇതെല്ലാം ഈ ഷോക്കേസിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികളിങ്ങനെ കാണുകയാണ്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നും എടുക്കരുത്, ഒന്നും തുടരുതെന്ന് അവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർ വിചാരിക്കില്ലേ പിന്നെ എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതെന്ന്. അതുപോലെയാണ് കേട്ടോ, നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പൈസയൊന്നും വിചാരിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഉള്ള സമയത്ത് അതങ്ങ് ചേഞ്ച് ചെയ്തേക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് അതായിരുന്നു. നമ്മളത് കൊടുത്തു കേട്ടോ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്തു. പിന്നെ അടുത്ത ദിവസം നമ്മൾ വന്നത് നമ്മുടെ പയ്യാവൂർ അമ്പലത്തിലേക്കാണ്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിൽ വന്നാൽ എപ്പോഴും പോകുന്ന 2 അമ്പലമാണ് പറശ്ശിനിയും പയ്യാവൂരും. അവിടെ മഹാദേവൻ്റെ അമ്പലമാണ്. ഉപദേവതകളായിട്ട് കുറേ ദൈവങ്ങളുണ്ട്, കൂടുതൽ അയ്യപ്പനുണ്ട്. അപ്പോൾ അയ്യപ്പന് നമ്മൾ എള്ളുതിരി വെക്കുന്ന ഒരു പതിവുണ്ടല്ലോ പൊതുവെ. അപ്പോൾ അവിടെ എള്ളുതിരി കത്തിക്കുകയാണ്. ശമ്പൂട്ടൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ആ ഉടുപ്പിൽ ഫുള്ള് കരിയാക്കി അവൻ. ഇങ്ങനെ വിളക്കവിടെ വെച്ചിട്ട് നേരെ ഉടുപ്പിലേക്കാണ് ആ കരിയെല്ലാം തേച്ച് വെച്ചത്. ആ കരി ഇപ്പോൾ വരെയും പോയിട്ടില്ല കേട്ടോ, അമ്മാതിരി ഫുൾ അഴുക്കായിപ്പോയി ആ ഡ്രസ്സ്. അതിൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മളങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് അതിൻ്റെ താഴെ നമ്മുടെ പയ്യാവൂർ അമ്പലത്തിൻ്റെ താഴോട്ട് നല്ല അടിപൊളി ഒരു കുളമുണ്ട്. എന്താ ഭംഗിയെന്നറിയോ. നമുക്ക് എന്നിട്ട് അവിടെയൊക്കെ പോകണം. അതിന് മുമ്പേ നമ്മൾ പരിചയമുള്ളവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. വീടിനടുത്തുള്ളൊരു അമ്പലമാണ്. ഇവിടെയാണ് ശമ്പൂട്ടന് ഞാൻ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ കണ്ണൂരിൽ ഇവിടെ ഒരു 5ാം മാസത്തിൽ നെയ്യ് കഴിക്കുക എന്നൊരു പരിപാടിയുണ്ട് കേട്ടോ, നേദിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്പലങ്ങളിൽ കയറില്ല, പിന്നെ കുഞ്ഞിൻ്റെ ചോറുകൊണ്ടാണ് അമ്പലങ്ങളിൽ കയറുക. അപ്പോൾ അത് ഇവിടെ നിന്നാണ് കേട്ടോ നടത്തിയത്. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്തി. മഴ പെയ്യുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബൈക്കിൽ വന്നതൊക്കെ. പക്ഷെ എന്നാലും കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല. അടിപൊളി കുളമല്ലേ, എന്ത് ക്ലീനായിട്ടാണ് കിടക്കുക. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ കുറച്ച് നേരം നിന്ന്, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. കാരണം എന്ത് ഭംഗിയാണ് കാണാനല്ലേ, അറിയാതെ എടുത്തു പോകും. അതാണല്ലോ നമുക്ക് ആകെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് ഈ പടവുകൾ വഴി കയറി വേണം പോകാനായിട്ട്. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അവിടെ നിറയെ കൊതുകാണ്, പകൽ ഭയങ്കര കൊതുകാണ്. അപ്പോൾ ശമ്പൂട്ടൻ ആകെ ചൊറിഞ്ഞിട്ട് എന്നെക്കൊണ്ട് നിർത്തി ചൊറിയിപ്പിച്ചു. അവിടെ ഭയങ്കരമായിട്ട് സ്ലിപ്പായും കിടക്കുവാണ്. മഴയൊക്കെ ആയിട്ടേ ഭയങ്കര ഒരു ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ നടക്കേണ്ട ഒരു സ്ഥലം, നല്ല പായലും വഴുക്കലും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുത് മെല്ലെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് എനിക്ക് കുറച്ച് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൈറോയിഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് കാര്യമായിട്ട് അതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ലാബിലൊക്കെ പോകണം. ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ് പോവുക. കാരണം തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിങ്ങിൽ വേണ്ടേ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ലല്ലോ വരിക. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ചാക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. പക്ഷേ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർ റിസൾട്ടൊക്കെ വരാൻ കുറേ ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കുറേ കുഞ്ഞു കുഞ്ഞു റീൽസൊക്കെ ഇടണം, കുറേ വീഡിയോസൊക്കെ ഇനി അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ.
പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും വേറെ കാര്യങ്ങൾക്കാണല്ലോ പ്രയോറിറ്റി കൊടുക്കുക. വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടാനൊന്നും പറ്റില്ല. പക്ഷേ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ വീഡിയോ ഇടണം, നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ പരിമിതിക്കുള്ളിൽ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് വേഗം കാണാമല്ലോ. അപ്പോൾ വേഗം കാണുമ്പോൾ വേഗം നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല ഇത് കിട്ടും. അപ്പം നമുക്കും ഒരു വീഡിയോ ചെയ്യാനായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ വേഗം എൻ്റെ ഈ ഒരു മടിയൊക്കെ മാറ്റി വെച്ച് വേഗം പുതിയതായിട്ട് ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ ആവുമല്ലോ എന്ന് കരുതി പറയുന്നതാണ് കേട്ടോ. കാരണം അത്രയും ആഗ്രഹമുണ്ട്. പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ മാറില്ലല്ലോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ലോകത്തിൽ എവിടെയാണെങ്കിലും ഇരുന്നിട്ട് കാണാമല്ലോ നമ്മുടെ ഒരു പഴയ ജീവിതം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കൊറോണ വന്നതിന് ശേഷം കുറേ പേര് ഇങ്ങനെ ചാനൽസ് തുടങ്ങിയല്ലോ. അപ്പം അവർക്കെല്ലാം ഒരു മെമ്മറി അല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഒരു കുറേ ദൂരത്തോളം എന്താ ഈ വയലറ്റ് പൂക്കൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ അമ്മമ്മേൻ്റെ അടുത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ ചെടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പ്രജയോട് പറഞ്ഞു, എവിടെയാമോ കിട്ടുക, നല്ല ചെടിയാണ്, നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം എന്ന്. പക്ഷേ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി പകലാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ വീടിൻ്റെ പരിസരത്ത് മൊത്തം ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. വെറുതെ ഇങ്ങനെ ആരും വളർത്തുന്ന ഒന്നുമല്ല, ഒരു നമ്മുടെ മഴക്കാലത്ത് വളരുന്ന ഒരു ചെടിയായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് വളർത്തേണ്ട കാര്യമൊന്നുമില്ല, തന്നെ വളർന്നു വന്നൊരു ചെടിയാണ്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൂർ വീട്ടിലെ വിശേഷങ്ങൾ. ഇനി ആലപ്പുഴ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം കേട്ടോ.